ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോയൽ കുക്കറി. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഴക്കട്ടയാണ്. സാധാരണ നമ്മൾ കൊഴക്കട്ട ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടല്ലേ. നമ്മൾ ഇന്നിവിടെ അരിമാവ് വെച്ച് എങ്ങനെ കൊഴക്കട്ട ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ടിരുന്ന കുതിർത്ത അരിയാണ്. നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിന് അരയ്ക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അങ്ങ് അരയരുത്, ഒരല്പം തരി ഉണ്ടാവണം. ഞാൻ അരച്ചെടുത്ത അരിമാവ് ഒരു പാനിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമ്മൾ അരച്ചു വെച്ച അരിമാവ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ല കട്ടിയാക്കി എടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊണ്ട് വേണം ഇനി ഇത് ഈ പരുവായി കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ. കൈ ഇളക്കാതെ ഇളക്കി കൊടുക്കുകയും വേണേ, അടിക്ക് പിടിച്ച് പോകരുത്. ഇതിങ്ങനെ ഇളക്കി നല്ല ടൈറ്റായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ കറക്റ്റ് പരുവം നോക്കുന്നത് നമ്മുടെ കയ്യിലൊരല്പം വെള്ളം നനച്ചിട്ട് കുറച്ച് മാവെടുത്ത് ഇങ്ങനെ ഒന്ന് ചൂടോടെ ഒന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഉരുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റ് പാകമായി എന്നുള്ളതാണ്. അപ്പോൾ ഇതങ്ങ് നിർത്തിയേക്കാം. ഈ സമയത്ത് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തേക്കുകയാണ്. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ അടച്ച് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പം നമുക്കിത് നല്ല ചൂടാണ്, ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇത് നന്നായിട്ട് തണുക്കുന്നതിന് മുമ്പ് നമ്മൾ റെഡിയാക്കുകയും വേണം. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറത്ത് ഞാനിത് അങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഈ കൊഴക്കട്ടയ്ക്ക് ഉള്ളിൽ വയ്ക്കാനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരല്പം ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കരപ്പാനിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം. നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കയ്യിലൊരല്പം വെള്ളം നനച്ചിട്ട് ഇതിനൊരല്പം മാവെടുക്കാം. എന്നിട്ട് കൊഴക്കട്ട സാധാരണ നമ്മൾ കൊഴക്കട്ടയ്ക്ക് എടുക്കുന്നത് പോലെ ഉരുട്ടിയെടുത്ത് അതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്ങും കൂടെ നിറയ്ക്കാം. അപ്പോൾ നമ്മുടെ കൊഴക്കട്ട എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു സ്റ്റീമർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് വെച്ചതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിപ്പോൾ അധിക സമയം നമുക്ക് വെച്ചേക്കേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് മതി ഇത് റെഡി ആവാനായിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റിയേക്കാം. അങ്ങനെ നമ്മുടെ കൊഴക്കട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ശരിക്കും നല്ല പൂ പോലുള്ള കൊഴക്കട്ടയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.